നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഒരു വിശേഷ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. പറഞ്ഞു വന്നത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ കാര്യമാണ്. അപ്പാപ്പൻ്റെ റിട്ടയർമെൻറ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. കേരള ബാങ്കിൻ്റെ മാനേജറായിട്ട് ഇന്ന് റിട്ടയർഡ് ആവുകയാണ്. റോഡൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട്. ആ സന്തോഷമാണ് ഏട്ടൻ്റെ മുഖത്ത് കാണുന്നത്. വണ്ടി ഓടിക്കുന്നവർക്ക് ഈ അടിപൊളി റോഡൊക്കെ കാണുമ്പോണ്ടാവുന്ന ആ ഒരു സന്തോഷമില്ലേ അത്. അങ്ങനെ പുതിയ റോഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ പറ്റിയ എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പാപ്പൻ്റെ വീടും വരുന്നത്. അവിടെ പോകുമ്പോഴേക്ക് തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മലപ്പുറത്തും എന്നെല്ലാം പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞിട്ട് ഇട്ടതല്ല കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കാണ് രണ്ടാളും സെയിം ഡ്രസ്സ്. നിങ്ങൾ മാത്രമല്ല നമ്മളും മാച്ചിങ് ആണെന്നാണ് അവര് കാണിക്കുന്നത്. മാളും നമ്മളെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കിട്ടൽ കുറവാണ്. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്തിട്ട് നേരെ അപ്പാപ്പൻ്റെ വീട്ടിലേക്ക് പോയി. ഇവരുടെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഒക്കെ കണ്ണൂരിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് എത്താൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കൊളീഗ്സ് എല്ലാവരും കൂടെ അപ്പാപ്പൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ മൂഡാണെങ്കിലും റിട്ടയർഡ് ആവുന്നവർക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമായിരിക്കും. ഇത്രയും നാൾ ജോലിക്ക് രാവിലെ പോയി വൈകുന്നേരം വന്ന് അത് ഒറ്റൊരു ദിവസം കൊണ്ട് സ്റ്റോപ്പ് ആവും അല്ലേ. ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അപ്പാപ്പന് കുറച്ചെങ്കിലും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ റിട്ടയർഡ് ആവുന്ന സെയിം ഡേ തന്നെ മോൻ സർക്കാർ സർവീസിലേക്ക് കയറുകയാണ്. ആ സെയിം ഡേ ആയതുകൊണ്ട് അത് ഡബിൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും എല്ലാ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എല്ലാവരും കൂടെ നിർബന്ധിച്ച് പാടിപ്പിച്ചതാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അപ്പാപ്പന് ഏതായാലും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫ് വിഷ് ചെയ്യാണ്.